കേളല്ലൂർ ചോമാതിരി കേരളം കണ്ട അപൂർവ ഗവേഷകൻ. ഗവേഷണം ഒരു കൂട്ടായ പ്രവർത്തനമാണ്, തുടർ പ്രക്രിയയും കൂടിയാണ്. തനിക്ക് മുമ്പ് പല കാലങ്ങളിലും പല ദേശങ്ങളിലും നടന്ന പഠനഫലങ്ങൾ മനസ്സിലാക്കി പുതിയ പ്രവർത്തന രീതികളും സിദ്ധാന്തങ്ങളും രൂപീകരിക്കുക, അവയെ മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ രേഖപ്പെടുത്തുക എന്നിവ ഗവേഷകരുടെ അനുപേക്ഷണീയ ധർമ്മമത്രേ. ഈ പ്രവർത്തനങ്ങളിൽ അന്തർധാരയായി മൗലികത നിലനിർത്തുക എന്നതും പ്രധാനം തന്നെ. ഇത്തരത്തിൽ ഒരു ഗവേഷണ പ്രവർത്തനം, ഒരു ഗവേഷണ പ്രസ്ഥാനം പൊതുവർഷം 14 മുതൽ 17 കൂടിയ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഗണിതശാസ്ത്രത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് നമ്മെ വിസ്മയിപ്പിക്കും. പക്ഷേ അത് വാസ്തവമാണ്. ഈ ഗവേഷണ പ്രസ്ഥാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഗ്രന്ഥങ്ങൾ ഇതിന് അവഗണിക്കാനാവാത്ത നേർസാക്ഷ്യങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങൾ മിക്കതും സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടത്. മലയാളത്തിലും രചനകൾ ഉണ്ടായിട്ടുണ്ട്. ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷ അവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള ഗണിത സരണി എന്നും ആര്യഭട സരണി എന്നും നിളാസരണി എന്നും ഈ പ്രസ്ഥാനം ഇന്ന് അറിയപ്പെടുന്നുണ്ട്. അനന്തശ്രേണി പഠനങ്ങളിലും റിയൽ അനാലിസിസ്, കലനം എന്ന ആധുനിക ഗണിത ശാഖയിലും കാൽക്കുലസ്, ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ നടത്തിയ ഉദ്യമങ്ങളും പഠനഫലങ്ങളും ഇന്ന് ആധുനിക ഗവേഷക ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഗമഗ്രാമ മാധവനെ കുറിച്ചും നാം അറിയും. എന്നാൽ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതിലും മുന്നോട്ട് നയിക്കുന്നതിലും ആക്കം കൂട്ടുന്നതിലും അശ്രാന്തം പരിശ്രമിച്ച കേളല്ലൂർ ചോമാതിരിയെ വേണ്ട തരത്തിൽ നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. കേളല്ലൂർ ചോമാതിരി എന്ന പേരിൽ പ്രസിദ്ധനായ നീലകണ്ഠ സോമയാജിയെ ആര്യഭടീയ ഭാഷ്യത്തിന്റെയും തന്ത്രസംഗ്രഹത്തിന്റെയും കർത്താവ് എന്ന നിലയിൽ ഒരുപക്ഷെ പഠിതാക്കൾ അറിയുമായിരിക്കും. എന്നാൽ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഗവേഷകൻ എന്ന നിലയിൽ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ആര്യഭടീയത്തിന് ചോമാതിരിയുടെ വ്യാഖ്യാനം വിസ്തൃതമാണ്, ലളിതമാണ്, സർവതല സ്പർശിയാണ്, സംശയമില്ല. പക്ഷേ അതിൻ്റെ പ്രാധാന്യം ഇവയിൽ കവിഞ്ഞു നിൽക്കുന്നു. വിഷയത്തിന്റെ അവതരണ രീതിയിലും പ്രതിപാദനത്തിന്റെ യുക്തിഭദ്രതയിലും മികവാർന്നു നിൽക്കുന്നു എഴുത്തുരീതി. അവയോടൊപ്പം തന്നെ അമൂല്യമായ ഉപാദാനങ്ങൾ രേഖപ്പെടുത്തുന്ന ഇദ്ദേഹത്തിന്റെ രീതി ഗ്രന്ഥത്തെ അനുപമമാക്കുന്നു. വിശദീകരിക്കുന്ന വിഷയത്തെ സംബന്ധിക്കുന്ന അനേകം കാര്യങ്ങൾ ഇദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ, വിഷയത്തിൽ നടന്ന ചർച്ചകൾ, അഭിപ്രായ ഭേദങ്ങൾ, താനോ തൻ്റെ ഗുരുവോ സതീർത്ഥ്യരോ കണ്ടെത്തിയ കാര്യങ്ങൾ എന്നീ തരത്തിൽ ചരിത്ര ഗവേഷകർക്ക് അമൂല്യമായ പല വസ്തുതകളും രേഖപ്പെടുത്തുന്നുണ്ട്. ചോമാതിരിയുടെ ഇത്തരം ഉദ്ധരണികളാണ് സംഗമഗ്രാമ മാധവന്റെ പഠനഫലങ്ങളെ നമുക്കായി സംരക്ഷിച്ചത്. ചോമാതിരിയെ തുടർന്ന് തൃക്കുടവേദി ശങ്കരവാര്യരും പുതുമന ചോമാതിരിയും മറ്റും മാധവന്റെ പഠനഫലങ്ങളെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും പ്രഥമ സ്രോതസ് ചോമാതിരി തന്നെ. ചോമാതിരിയുടെ ഉദ്ധരണികളുടെ പിൻബലത്തിലാണ് പ്രൊഫസർ KV ശർമ്മ വടശ്ശേരി പരമേശ്വരന്റെ ദൃഗ്ഗണിത ഗ്രന്ഥത്തെ തിരിച്ചറിയുന്നത്. ഇതുപോലെ ചോമാതിരിയുടെ ഉദ്ധരണികളിൽ പലതും പ്രസിദ്ധീകരിച്ചവയും അല്ലാത്തതുമായ പ്രൗഢ മീമാംസാശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ആണ് എന്ന വസ്തുത അധികം അറിയപ്പെട്ടിട്ടില്ല. ചോമാതിരിയുടെ ഏറ്റവും വലിയ സംഭാവന ജ്യോതിർഗണിതം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്രമാണെന്ന തുറന്ന പ്രസ്താവനകളാണ്. ശാസ്ത്രം ദൈവദത്തമല്ലെന്നും അത് യുക്തിഭദ്രമാണെന്നും നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പരിഷ്കരിക്കപ്പെടണമെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇത് ഉറപ്പിക്കാനായി ഇത് മാത്രം ലക്ഷ്യമാക്കി
ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിരിക്കുന്നു, ജ്യോതിർമീമാംസ. ചോമാദ്രിയുടെ കൃതികളിൽ പലതവണ ആവർത്തിക്കപ്പെടുന്ന ഒരു നിർദ്ദേശം ഇതാണ്: എല്ലാവരും ഗ്രഹണാദി പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ച് ശാസ്ത്ര പരീക്ഷണം നടത്തണം. കണ്ടെത്തിയ വസ്തുതകൾ രേഖപ്പെടുത്തുകയും വേണം. ശാസ്ത്രത്തിന്റെ ലക്ഷ്യവും മാർഗവും ശിഷ്യന്മാർക്ക് പരീക്ഷണത്തിനുള്ള പരിശീലനം പകരുക എന്നത് മാത്രമാണ്. ഇക്കാര്യം പലപാട് പറയുക മാത്രമല്ല ചോമാതിരി ചെയ്യുന്നത്, താൻ തന്നെ പ്രവർത്തിച്ചു കാണിച്ചിട്ടും ഉണ്ട്. തന്ത്രസംഗ്രഹം എന്ന തന്റെ കൃതിയിലൂടെയും സിദ്ധാന്ത ദർപ്പണം എന്ന മറ്റൊരു രചനയിലൂടെയും ഇക്കാര്യം നിർവഹിച്ചിരിക്കുന്നു. കേരള സരണിയുടെ സംഭാവനകളിൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണല്ലോ യുക്തിഭാഷ എന്ന മലയാള ഭാഷയിൽ എഴുതപ്പെട്ട കൃതി. ചോമാതിരിയുടെ തന്നെ ശിഷ്യനായ ജ്യേഷ്ഠദേവൻ എഴുതിയ കൃതി പ്രതിപാദന രീതി കൊണ്ടും മലയാള ഭാഷാ ചരിത്ര പഠനത്തിൽ ഒരു നാഴികക്കല്ല് എന്ന നിലയ്ക്കും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മാത്രമല്ല, കലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന നിലയ്ക്കും ഇതിന് പ്രാധാന്യമേറും. വാസ്തവത്തിൽ ഈ ഗ്രന്ഥം ചോമാതിരിയുടെ തന്ത്രസംഗ്രഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ടതാണ്. ആ ഗ്രന്ഥത്തിന്റെ ഒരു സ്വതന്ത്ര വ്യാഖ്യാനമാണ്. ആര്യഭടീയ ഭാഷ്യം, തന്ത്രസംഗ്രഹം, യുക്തിഭാഷ എന്നീ 3 കൃതികളിലെയും വിഷയ അവതരണ രീതിയും വിശകലന സമ്പ്രദായവും തനിമയാർന്നതാണ്. അന്യൂനവും അനതിരിക്തവുമായ രീതിയിലും അടിസ്ഥാന കാര്യങ്ങളിലെ യുക്തികളെ വിശദമാക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. വിശേഷിച്ചും ആര്യഭടീയ ഭാഷ്യത്തിലെയും യുക്തിഭാഷയിലെയും ഗണിതശാസ്ത്രത്തിന്റെ ദർശനം അവതരിപ്പിക്കുന്നതിലുള്ള ഊന്നൽ അക്ഷരാർത്ഥത്തിൽ വിസ്മയം ജനിപ്പിക്കുന്നത് തന്നെ. ചുരുക്കത്തിൽ, ജ്യോതിർഗണിതത്തെ ശാസ്ത്രമായി കാണുക, പരീക്ഷണ നിരീക്ഷണങ്ങൾ അനവരതം പിന്തുടരുക, അറിഞ്ഞവയും കണ്ടെത്തിയവയുമായ വസ്തുതകളെ രേഖപ്പെടുത്തുക, ശാസ്ത്രത്തിന്റെ ദർശനമാരായുക എന്നീ ശീലങ്ങൾ കേളല്ലൂർ ചോമാതിരിയെ അപൂർവ ഗവേഷകനാക്കുന്നു.